മക്കത്ത് മുഹമ്മദ് വഫാത്തായി പോയി, ഇനി നബി വരൂല എന്നാ പറഞ്ഞത്. നബി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മണ്ടന്മാര്. നൂന് ആ നൂറിനെയാണ് നൂന് കൊണ്ട് പറഞ്ഞത്. നൂനല്ലേ, ആ നൂന്റെ കുത്ത് അടിയിലിട്ടാലുണ്ടാവും ബാ, അത് ഇറങ്ങി വന്നുള്ളതാണ് ബാ. ആ നൂറ് ഇറങ്ങി വന്നുള്ളതാണ് ബാ, അത് ഞാനാണ്, അത് റസൂലുള്ളാഹിയാണ്, അതാണ് നബി. അപ്പൊ നബി എവിടെ വളർത്തും? ഇതാ ഇവിടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നില്ലേ വീഡിയോയിലല്ലോ. ആ നൂറ് ഇറങ്ങി വന്നുള്ളതാണ് ഞാൻ. അതാണ് നബി. അത് വഫാത്താവോ? ഇല്ല. ബീജാന്തരങ്ങളുടെ എക്കാലം ഭൂമിയിൽ ഇല്ലേ അണുബോംബ് എല്ലാത്തിനും നശിപ്പിക്കുകയാണ്. ഏതേ മൂലയ്ക്ക് ഏതോ ഒന്നോ രണ്ടോ ഉണ്ടാവും, അത് വീണ്ടും മുളച്ചുണ്ടാവും. അതും അവയും പോലെ അല്ലേ? അങ്ങനെ വീണ്ടും പുതിയ ജന്മം സൂര്യൻ ഉദിക്കും. നശിപ്പിക്കാൻ കഴിയില്ല മുഴുവനും, കുറച്ചൊക്കെ നശിപ്പിക്കാം, എവിടെയെങ്കിലും ബാക്കി കിടക്കും അല്ലേ? അതാ ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അതുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം നിങ്ങളല്ലേ ഈ ലോകത്തിന്റെ ചെറുപതിപ്പല്ലേ? നിങ്ങളുടെ മാതാപിതാക്കളുടെ ചെറു രൂപമല്ലേ നിങ്ങൾ? അവർ ബീജത്തിലൂടെ അവർ മച്ചി മാംസം എല്ലാം ആയിട്ടല്ലേ നിങ്ങളുണ്ടായത്? അവർ പുനർജനിച്ചാണ്. നിങ്ങൾ മരിച്ചു പോയിട്ടല്ല പുനർജന്മം. ഇവിടുന്ന് ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് ഗർഭമായ ഭൂമിയുടെ പ്രതീകമാണ് സ്ത്രീ. നിങ്ങളുടെ ഗർഭത്തെ സ്വീകരിക്കുകയും ഗർഭത്തിലേക്ക് തൻ്റെ ബീജം നിക്ഷേപിക്കുകയും ചെയ്ത് അത് മുളച്ചതല്ലേ നിങ്ങളുടെ കുട്ടികൾ? നിങ്ങളുടെ ഭർത്താവും നിങ്ങളും നിങ്ങളുടെ ചോദ്യം മച്ചിയും മാംസം എല്ലാം കൂടെയല്ല കുട്ടിയായി ജനിച്ചത്. അപ്പൊ നിങ്ങളാണ് രണ്ടാളും ചേർന്ന പുനർജനിച്ചതാണ് നിങ്ങളുടെ സന്താനങ്ങൾ. നിങ്ങൾ പുനർജനിച്ചതാണ് സന്താനങ്ങൾ. നിങ്ങൾക്ക് അവസാനമുണ്ട്, എനിക്കും എല്ലാവർക്കും അവസാനമുണ്ട്. ഇതുവരെയുള്ള കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് ആദിമ മനുഷ്യന്മാരൊക്കെ ഇവിടെ പോയി, പഴയത് പോയി, പുതിയതായി വരിക. അതും അവയല്ലേ ഉള്ളായിരുന്നോ? പിന്നെ അവർക്ക് കുട്ടികളെ അങ്ങനെ ഭൂമി മുഴുവൻ അനവധിയായിട്ട് വ്യാപിച്ചു കൊണ്ടേയിരിക്കുകയല്ലേ. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ചെറുപതിപ്പാണ് നമ്മൾ ഓരോരുത്തരും. ഇത് പഴയത് പോവും, പുതിയത് വന്നുകൊണ്ടിരിക്കുന്ന പഴയത് പോവും, തുടരുകയാണ്. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. നിങ്ങളും ഭർത്താവും 2 ആളല്ലേ, 1 കോടിയില്ലേ? ഇനി അവർക്കും അങ്ങനെ 3ഉം 4ഉം കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയല്ലേ. പയ്യെ നമ്മളൊക്കെ പോവും. നിങ്ങളെ ഉമ്മയും പാപ്പയും ഉണ്ടപ്പോ പോയോ? അതെ, അവർ പുനർജനിച്ചു നിങ്ങളായിട്ട്.